അപ്പോഴാണ് പുറത്തുനിന്നും ഒരു കാറിന്റെ ഹോൺ ശബ്ദം കേട്ടത്. എല്ലാവരുടെയും കണ്ണുകൾ പുറത്തേക്കായി. ആ സമയം പ്രധാന വാതിലിലൂടെ ആരുഷും ഇഷയും അവിടേക്ക് കയറി വന്നു. ഇഷയെ അപ്പോൾ കണ്ടപ്പോൾ ദേവിന്റെ മുഖത്തൊരു ഞെട്ടലുണ്ടായി. ഇവരെ അച്ഛൻ പരിപാടിക്ക് വിളിച്ചായിരുന്നോ? അവൻ പതിയെ പ്രഭാകരന്റെ ചെവിയിൽ ചോദിച്ചു. ഞാൻ ആരുഷ് വരാൻ പറഞ്ഞിരുന്നു. നമ്മുടെ മകളുടെ ഭർത്താവാകാൻ പോകുന്നവനല്ലേ. അപ്പോ ഇവിടെ ഒരു പരിപാടി ഉണ്ടാകുമ്പോ എങ്ങനെയാ പറയാതിരിക്കുന്നത്? പക്ഷേ ഇവളെന്തിനാ വന്നത്? പ്രഭാകരൻ മുഖം ചുളിച്ചുകൊണ്ട് ഇഷയെ നോക്കി. വാ മോനെ, കയറ്. എന്താ വൈകിയത്? നിങ്ങളെ കാണാതിരുന്നപ്പോ ഞങ്ങൾ ചടങ്ങ് തുടങ്ങി. അത് കുഴപ്പമില്ല അച്ഛാ, വരുമ്പോ ട്രാഫിക് വിട്ടുപോയി, അതാ വൈകിയത്. അവൻ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് ദേവിന്റെ അടുത്ത് സോഫയിലിരുന്നു. ദേവ് അപ്പോഴും ഇഷയെ പ്രതീക്ഷിക്കാതെ അവിടെ കണ്ട ഞെട്ടലിലായിരുന്നു. മക്കളെ, രണ്ടുപേരും മുതിർന്നവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കേ. നരന്റെ അച്ഛൻ അവരെ ചേർത്ത് നിർത്തി. അവർ അവിടെയുള്ള ഓരോരുത്തരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ തുടങ്ങി. അങ്ങനെ അവസാനം ദേവിന്റെ അടുത്തെത്തി. എന്താടാ മടിച്ചു നിൽക്കുന്നേ? അത് നിന്റെ കൂട്ടുകാരനൊക്കെ ആയിരിക്കും. പക്ഷേ നിന്റെ ഭാര്യയാവാൻ പോകുന്നവരുടെ ഏക സഹോദരനാണ്. അനുഗ്രഹം വാങ്ങുക. ദേവിന് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവനെ കണ്ടതും നരന്റെ അമ്മ ലക്ഷ്മി പറഞ്ഞു. അല്ല, ദേവിന്റെ ഭാര്യ എവിടെ? രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ട് വേണ്ടേ അവനെ അനുഗ്രഹിക്കാൻ? ലക്ഷ്മി അത് പറഞ്ഞതും ദേവ് സൈഡിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തിലേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ ആദ്യം എത്തിയത് അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഇഷയിലാണ്. പക്ഷെ അവളെ മാറി കടന്നുകൊണ്ട് മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ ലൈറ്റ് ഗ്രീൻ കളർ സാരിയിൽ സുന്ദരിയായി സാരു മുന്നോട്ട് വന്നു. അവളുടെ ആ വശ്യമായ സൗന്ദര്യത്തിൽ അവൻ ഒരു നിമിഷം ലയിച്ചുപോയി. അവൻ മേഴ്സിമാരെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. സാരു അവന് അരികിലെത്തി. മതി മോനെ അവളെ നോക്കിയത്, ബാക്കിയൊക്കെ ഇനി റൂമിൽ വന്നിട്ട് നോക്കാം. ലക്ഷ്മി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും ആ സദസ്സിലുള്ള എല്ലാവരും പൊട്ടിച്ചിരിച്ചു, ഇഷയൊഴികെ. ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് എനിക്ക് കിട്ടേണ്ട പദവിയും ബഹുമാനവും ഒക്കെ തട്ടിയെടുത്തുകൊണ്ട് ഒരു പീറപ്പെണ്ണ്. ഛേ! ദേഷ്യം കൊണ്ട് ഇഷയുടെ കണ്ണുകൾ ചുവന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വിരുന്നുകാരെല്ലാം ഭക്ഷണം കഴിക്കാനായി പോയി. ഇഷ വന്നത് മുതൽ ചാരുവിന്റെ ഉള്ളം അസ്വസ്ഥമായിരുന്നു. മോളെ ഇഷ, എന്തൊക്കെയുണ്ട് വിശേഷം? സരോജിനി അവളെ പോയി കെട്ടിപ്പിടിച്ചു. അവൾ അവിടെ വന്നതിൽ ആ വീട്ടിലുള്ള ആരുടെ മുഖത്തും ഇല്ലാത്ത തെളിച്ചം സരോജിനിയുടെ മുഖത്തുണ്ടായിരുന്നു. എനിക്കെന്ത് വിശേഷം ആന്റി, ഇങ്ങനെയൊക്കെ പോകുന്നു. ഡി, മോൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് പോയിട്ട്. അവർ ചാരുവിനെ നോക്കി പറഞ്ഞു. ഒട്ടും താല്പര്യമില്ലാതെയാണെങ്കിലും മുഖത്തൊരു പുഞ്ചിരി വരുത്തി അവൾ വെള്ളമെടുത്തു കൊണ്ടുവന്ന് അവൾക്ക് നേരെ നീട്ടി. വെള്ളവുമായി നിൽക്കുന്നവളെ ഇഷ ദേഷ്യത്തോടെ തുറിച്ചു നോക്കി. അവൾ മനഃപൂർവ്വം ആ വെള്ളം അവളുടെ ദേഹത്തേക്ക് തട്ടി. ചാരുവിന്റെ സാരി ആകെ നനഞ്ഞു. അയ്യോ സോറി, അവൾ ചിരി അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്താടീ ചെയ്തത്? ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആരതി അവൾക്ക് നേരെ വന്നു. എന്റെ കയ്യിൽ നിന്ന് അറിയാതെ അവളുടെ ദേഹത്തേക്ക് വെള്ളം തട്ടി. അതൊക്കെ സാധാരണയല്ലേ? നീ മനഃപൂർവ്വം ചെയ്തതല്ലേടി ഇത്? ആരതി, നിന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ ചേച്ചിയാണ് ഇവള്. ആ ബഹുമാനത്തോടു കൂടെ വേണം സംസാരിക്കാൻ. അവള് സോറി പറഞ്ഞില്ലേ, പിന്നെന്താ? എന്ത് ചെത്തുതരവും കാണിച്ചു വെച്ചിട്ട് ഒരു സോറി പറഞ്ഞാ എല്ലാം ശരിയാവോ? പിന്നെ സ്വന്തം അനിയന്റെ ഭാര്യയുടെ ഏട്ടത്തിയാണ് ഇതെന്ന ബോധം ഇവൾക്ക് വേണം. അമ്മ ആദ്യം അത് പറഞ്ഞു കൊടുക്ക്. ഓ, ഇവള് മരുമകളാണെന്ന് കൊട്ടി ഒഴിച്ചു നടക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. എന്റെ ഇഷമോള് വരേണ്ട സ്ഥാനത്തേക്കാ ഈ എരണം കെട്ടവള് വലിഞ്ഞു കയറി വന്നത്. വലിഞ്ഞു കയറി വരികയെ? നിങ്ങളുടെ മകൻ താലി കെട്ടി കൊണ്ടുവന്നവളാ ഇവള്. അമ്മ വെറുതെ ഭ്രാന്തന്മാരെ പോലെ സംസാരിക്കരുത്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ മറന്നുപോയോ നിങ്ങള്? വേണ്ട ചേച്ചി, എന്റെ പേരും പറഞ്ഞ് ചേച്ചിയും അമ്മയെ വഴക്കു കൂടല്ലേ. ഓ, തുടങ്ങി അവള് പതിവൃത സമയാൻ. ഇങ്ങനെ അഭിനയിച്ച് ഈ വീട്ടിലുള്ള എല്ലാവരും നിന്റെ വശത്താക്കി വെച്ചിട്ടില്ലേ നീ? ഇനിയും എന്തിനെങ്ങനെ കരഞ്ഞു മെഴുകുന്നേ? സരോജിനിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞിരുന്നു. ഇനിയും അവിടെ നിന്ന നിയന്ത്രണം വിട്ട് ചാരു എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ അവിടെ നിന്നും മുകളിലേക്ക് കയറിപ്പോയി. മുറിയിലെ ബാൽക്കണിയിൽ പോയി ഇരുന്നു. അമ്മയ്ക്ക് എന്നോട് ഇത്രയ്ക്കും വെറുപ്പുണ്ടായിരുന്നോ? ചാരു അവിടെ ഇരുന്ന് സ്വയം ചിന്തിച്ചു. ചേച്ചി, ഞങ്ങളിപ്പോ വരാട്ടോ. അപ്പുറത്ത് പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാനായിരുന്നു. ചേച്ചി ഇവിടെ ഇരിക്കില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആരവും വരതയും അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അവർ രണ്ടുപേരും പുറത്തേക്ക് പോയിരുന്നത് കൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളൊന്നും വരത അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏയ്, എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് വാ.
അവരെ പറഞ്ഞയച്ചുകൊണ്ട് ആരും ശ്രദ്ധിക്കില്ലെന്ന് ഉറപ്പാക്കി അവൾ പതിയെ മുകളിലേക്ക് കയറി ദേവിന്റെ മുറിയിലെത്തി. ചാരു ബാൽക്കണിയിലായിരുന്നത് കൊണ്ട് അവൾ മുറിയിലേക്ക് കയറിയതൊന്നും അവൾ അറിഞ്ഞില്ല. ഇഷ മുറിയിലെ ഓരോ ഭാഗങ്ങളും പരിശോധിക്കാൻ തുടങ്ങി. ഷെൽഫിലിരിക്കുന്ന ചാരുവിന്റെ ഡ്രസ്സുകളും ഓർണമെന്റ്സും മറ്റ് ആക്സസറീസും ഒക്കെ കാണുന്തോറും അവൾക്ക് അസൂയ കൂടിക്കൂടി വന്നു. അയ്യോ, ഞാൻ അനുഭവിക്കേണ്ട സുഖങ്ങളാണല്ലോ ഇതൊക്കെ. അവൾ അതിലെല്ലാം തലോടി പതുകൊണ്ട് പതുക്കെ പെറുപെറുത്തു. സാരംഗി, സാരംഗി. അപ്പോഴാണ് ദേവ് ചാരുവിനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് സ്റ്റെപ്പുകൾ കയറി വരുന്ന ശബ്ദം ഇഷ കേൾക്കുന്നത്. അവൾ അവളുടെ വസ്ത്രമൊന്നിറക്കി അവനെ ആകർഷിക്കാൻ തക്കം ഒരുങ്ങി നിന്നു. സാരംഗി, നീ എന്തെടുക്കുവാ? അവരൊക്കെ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അവൻ പറഞ്ഞുകൊണ്ട് കതക് തുറന്നതും ചാരുവിന്റെ സ്ഥാനത്ത് ഇഷയെ കണ്ട് അവനൊന്ന് അമ്പരന്നു പോയി. ഇഷ, നീ എന്താ ഇവിടെ? എന്താ, എനിക്കിവിടേക്ക് വരാൻ പാടില്ലേ? പണ്ട് ഞാൻ ഒരുപാട് കിടന്നതല്ലേ ഈ കട്ടിലില്? അതല്ല, താഴെ അവരൊക്കെ ഉള്ളതല്ലേ, ആരെങ്കിലും കണ്ടാ പ്രശ്നമാകും. നീ വന്നേ, ഇറങ്ങിക്കേ. അവൻ അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആരെങ്കിലും കാണുന്നതാണോ അതോ നിന്റെ ഭാര്യ കാണുന്നതാണോ നിന്റെ പ്രശ്നം? അങ്ങനെയൊന്നും ഇല്ല ഇഷ. ഉണ്ട്, നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് വെറുതെ തോന്നുന്നത് അതൊക്കെ. എന്നെ അന്നത്തെ പോലെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. അവന്റെ കൈകളെടുത്ത് അവളുടെ ഇടുപ്പിൽ വെച്ചുകൊണ്ട് അവൾ കൊഞ്ചി പറഞ്ഞു. പക്ഷേ അവളെ അങ്ങനെയൊക്കെ കണ്ടിട്ടും തൊട്ടിട്ടും ചാരുവിനെ കാണുമ്പോൾ ഉണരുന്ന അവന്റെ ഒരു വികാരവും അവനിൽ ഉണർന്നില്ല. നിനക്കിത് എന്തു പറ്റിയത്? ഇവരുടെ ഒരു സാന്നിധ്യത്തിനു വേണ്ടി നീ കൊതിച്ചിരുന്നതല്ലേ? പക്ഷേ ഇപ്പൊ ഇവളെത്ര അടുത്ത് കിട്ടിയിട്ടും എനിക്കെന്താ ഒന്നും തോന്നാത്തത്? അവന്റെ ഉള്ളം അവനോട് മന്ത്രിച്ചു. എന്താ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നേ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ? അവൾ അവനെ ബെഡിലേക്ക് തള്ളി അവന്റെ മുകളിലായി കിടന്നു. ദേവ് അവിടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവന്റെ കൈ തട്ടി തൊട്ടടുത്ത് ടേബിളിൽ ഉണ്ടായിരുന്ന ഗ്ലാസിന്റെ ജഗ് താഴെ വീണു. ആ ശബ്ദം കേട്ടപ്പോഴാണ് ബാൽക്കണിയിൽ ചിന്തയിൽ മുഴുകിയിരുന്നിരുന്ന ചാരു അവളുടെ ചിന്തയിൽ നിന്നും ഉണർന്നത്. അവൾ മുറിയിലേക്ക് പോയി നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ദേവിന്റെ മുകളിലായി കിടക്കുന്ന ഇഷയാണ്. ചാരുവിന് അവളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവളുടെ ആത്മാഭിമാനം ചോർന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. ദേവേട്ടാ! അവൾ അവിടെ നിന്നും അലറി. അവൻ ഏട്ടലോടെ ഇഷയെ പിടിച്ചു മാറ്റി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. എന്താ ഇത്? ഇടറുന്ന ശബ്ദത്തോടെ അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവൾ ചോദിച്ചു. എന്താ ഇതെന്ന് നിനക്ക് കണ്ണു കാണുന്നില്ലേ? ഞാനും എന്റെ ചെക്കനും ഒന്ന് പരസ്പരം സ്നേഹിച്ചതാ. ദേവ് എന്തെങ്കിലും പറയുന്ന മുന്നേ ഇഷ പറഞ്ഞു. നിങ്ങളുടെ തോന്നിവാസമൊക്കെ ഈ മുറിക്ക് പുറത്ത്, ഇവിടെ വെച്ച് വേണ്ട. അത് പറയാൻ നീ ആരാടി? ഇവിടെ ഇവന്റെ കൂടെ കിടക്കാൻ നിന്നേക്കാൾ കൂടുതൽ അവകാശം എനിക്കുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഈ ചോദ്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിച്ചാ നിനക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത്? പറയടി. ചാരുവിന്റെ ശബ്ദമുയർന്നു. പക്ഷെ അവളുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലായിരുന്നു അവൾക്ക്. പിന്നെ അവകാശം? എന്നേക്ക് കൂടുതൽ എന്ത് അവകാശമാണ് നിനക്കുള്ളത്? ഇദ്ദേഹം തൊട്ടു തന്ന സിന്ദൂരമാണ് എന്റെ നെറ്റിയിൽ. ഇദ്ദേഹം ചാർത്തിയ താലിയാണ് എന്റെ കഴുത്തിൽ. ഇതിനേക്കാൾ കൂടുതൽ എന്ത് അവകാശമാണ് നിനക്കുള്ളത്? അതെല്ലാം ചെയ്യേണ്ടി വന്നത് ഞങ്ങളുടെ ഗതികേട്. ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാ പിന്നെ ഇവന്റെ ജീവിതത്തിൽ ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല നിനക്ക്. ഇഷയുടെ വാക്കുകൾ ചുട്ടുപൊള്ളുന്ന അമ്പുകളെപ്പോൾ അവളുടെ ഹൃദയത്തിൽ പതിച്ചു. അവൾ നിസ്സഹായതയോടെ ദേവിനെ നോക്കി. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് അവൻ. ഇത്രയേ ഉള്ളൂ നീ, മനസ്സിലായോടി? നീ പറഞ്ഞത് ഇപ്പൊ ഇദ്ദേഹം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഈ നിമിഷം നിങ്ങൾ ഒന്നിക്കാൻ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. ചാരു ദേവിനെ നോക്കി മേഴ്സിമാതെ പറഞ്ഞു. തുടരും.